ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത് കാണാൻ എനിക്ക് തോന്നിയ ഒരു കാരണം ഈ ജാനകി വി ആവാനുള്ള കാരണം എന്താണ് എന്നറിയാനുള്ള ഒരു സംഭവമായിരുന്നു. പടം കണ്ടപ്പോൾ എനിക്ക് അതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി. ജാനകി വി ആവാനുള്ള സിറ്റുവേഷൻ സിനിമയിൽ കാണിച്ച സമയത്ത് ഒരു ലോജിക് ലെസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. ആ ഒരു പോർഷൻ അങ്ങനെ മ്യൂട്ടഡ് ആക്കേണ്ട ഒരു കാരണം ഉണ്ടായിരുന്നോ എന്ന് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും. അത്ര വലിയ ഒരു ഇഷ്യൂ ഉള്ളൊരു സെഷനായിട്ട് തോന്നിയില്ല. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് അനുഭവമാണ് ഉണ്ടായത്. പക്ഷെ സിനിമയുടെ മ്യൂസിക്, ജിബ്രാന്റെ മ്യൂസിക് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രസത്തിൽ ഇങ്ങനെ ജിലായിട്ട് സിനിമയുടെ കൂടെ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, കഥയും ആ കഥാപാത്രവും നമ്മൾ കഥയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇതുവരെ കണ്ട പല സംഗതികൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ CCTV ട്രെയിലറിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ സംഗതി, റേപ്പിനോടനുബന്ധിച്ച് വരുന്ന കോടതി വ്യവഹാരങ്ങൾ, അതിൽ തന്നെ അവർ വളരെ പുതുമയുള്ള അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വെക്കുന്ന അവരുടെ ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പ്രശ്നത്തിന് വെക്കുന്ന ഒരു പരിഹാരമായിട്ടുള്ള ഒരു സംഗതി ക്ലൈമാക്സിൽ കാണിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രേക്ഷകർക്ക് ഡൈജസ്റ്റർ ആവും എന്ന് അറിയില്ല. എനിക്കത് കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. മൊത്തത്തിലൊരു ആവറേജ് അനുഭവം ആയതുകൊണ്ട് ഞാനിങ്ങനെ സിനിമ തീരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അത് കൂടാണ്ട് തന്നെ സിനിമയിൽ വന്ന പല ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ള അഭിനേതാക്കൾ പലരും നമുക്ക് അവരെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അവർ അഭിനയിക്കുകയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. അതിൽ ഒരു വേളയിൽ തിയേറ്ററിൽ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ മകനും വരുന്ന ഒരു കോമ്പിനേഷൻ സീൻ വരുന്നുണ്ട്. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ നമ്മുടെ മാധവ് സുരേഷിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡയലോഗ് ഡെലിവറിയും ആ ഒരു സീൻ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടിട്ട്. പക്ഷെ എനിക്ക് തോന്നിയത്, എനിക്ക് ആ ഒരു സമയത്ത് പുതിയ ആളെന്നുള്ള നിലക്കുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കാം എന്നൊരു ഫീലാണ് ഉണ്ടായത്. അതിന് നമുക്കൊരു സ്ക്രീനിൽ സിനിമ കാണുന്ന സമയത്ത് എന്തോ ഒരു തകരാറുള്ള പോലെ തോന്നും. എന്നിരുന്നാലും ഒരു തുടക്കക്കാരനാണെന്നുള്ള തരത്തിലുള്ള ഒരു കൺസിഡറേഷൻ അദ്ദേഹത്തിന്റെ മകന് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ആൾക്കാരുടെ ആ കൂട്ടച്ചിരി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും ആ ജാനകി വി ആവാനുള്ള റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന പടമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ സുരേഷ് ഗോപി ലോയറാണല്ലോ, ഒരു കിടിലൻ പേരുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഒരു കോടതി സെഷനിൽ അദ്ദേഹം കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു മിനിയേച്ചർ ബുക്ക് കയ്യിൽ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് എത്ര പേരുടെ കയ്യിലുണ്ടാവും? കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ രാജ്യം ഏത് തരത്തിലാണ് രാജ്യത്തിന്റെ സിസ്റ്റം മുന്നോട്ട് പോകുന്നത് എന്ന് ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് തീരുമാനിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എത്ര ആളുകൾക്ക് അറിയാം? അല്ലെങ്കിൽ എത്ര പേരുടെ കയ്യിൽ ഈ സംഗതി ഉണ്ട്? എല്ലാവരുടെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ, ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ഭരണകൂട ഭീകരതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജനനയങ്ങൾക്ക്, ജനഹിതത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ എല്ലാം മുന്നോട്ട് വന്ന് ചോദിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യം നമ്മുടെ സുരേഷ് ഗോപി MP കൊണ്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറിലൂടെ സിനിമയിൽ കാണിച്ചത് എനിക്ക് വളരെ സാറ്റിസ്ഫൈ ആയി തോന്നി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈ ജാനകി ബിക്കം ജാനകി വി എന്നറിയാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.